ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇത് ഞാനിവിടെ ഒരു മുളക് കറിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടിയിലാണ് ഈ കറി ഞാൻ വെക്കുന്നത്. ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ചൂടായി കഴിഞ്ഞാൽ 1/2 ടേബിൾ സ്പൂൺ കടുക്, 1/4 ടേബിൾ സ്പൂൺ ഉലുവ, 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. ചെറിയ ജീരകത്തിൻ്റെ അളവ് കുറക്കാവുന്നതാണ്. ഇത്രയും ഇട്ടുകൊടുത്ത് ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് ഒരു വലിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്തത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം ഒന്ന് വഴണ്ടി കിട്ടുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് വേണം ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാൻ. ചട്ടിയിൽ വെക്കുമ്പോൾ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ അതും 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഈ പൊടികളുടെ എല്ലാം പച്ച സ്മെല്ല് പോകുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഞാനിവിടെ 2 തക്കാളിയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ്. ഇതും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കൂടുതലാവണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി എല്ലാം ചേർക്കുന്നത് കാരണം കുറേശ്ശേ മതി. ഇനി കഴുകി ക്ലീൻ ചെയ്ത മീനും ഞാൻ ഇതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അയില കൊണ്ടാണ് ഞാൻ ഈ മുളക് കറി ഉണ്ടാക്കുന്നത്. തക്കാളി പേസ്റ്റ് രൂപത്തിൽ ചേർക്കുന്നത് കാരണം ഈ കറി നല്ല തിക്ക് രൂപത്തിലായിരിക്കും. അങ്ങനെ അയിലക്കറി ഇവിടെ റെഡിയായി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടമായെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.